ഖനിയിൽ നിന്നുള്ള സ്വർണം പകുതി വിലയ്ക്ക് വാങ്ങി ഇരട്ടി ലാഭമുണ്ടാക്കാമെന്ന വാഗ്ദാനം. കുളം വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ സ്വർണ്ണ വിഗ്രഹം വിൽക്കാനുണ്ടെന്ന പ്രചാരണം. സ്വർണ്ണ ഖനികളുടെ കഥ പറയുന്ന ആക്ഷൻ ചിത്രം KGF-നെ ബന്ധപ്പെടുത്തി നടന്ന ഒരു തട്ടിപ്പിലേക്കാണ്. ആത്മീയ വേഷത്തിന്റെ മറവിലാണ് പത്തനംതിട്ട മാധവമംഗലം സ്വദേശി ഷാജി തട്ടിപ്പ് നടത്തുന്നത്. KGF സ്വാമി എന്നാണ് ആളുകൾ ഇയാളെ വിളിക്കുന്നത്. സ്വാമിയുടെ വേഷവും കഴുത്തിൽ രുദ്രാക്ഷമാല ധരിച്ചുമാണ് വരവ്. തൃശൂർ കേന്ദ്രീകരിച്ച് നടന്ന കോടികളുടെ തട്ടിപ്പ് കേസിൽ ഷാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വർണ്ണ ഖനികളിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന സ്വർണം വിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ എത്തിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് പണം തട്ടിയ കേസിലാണ് KGF സ്വാമി പിടിയിലായത്. ഏതാനും വർഷങ്ങളായി കൊടുങ്ങല്ലൂരിൽ താമസിച്ചു വന്ന ഇയാൾ ആൾദൈവമായി ആളുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടായിരുന്നു തട്ടിപ്പ്. സ്വർണ്ണഖനി നടത്തിപ്പുകാരുമായി തനിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നും വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ സ്വർണം ലഭ്യമാക്കാമെന്നും പറഞ്ഞ് ആളുകളുടെ വിശ്വാസം നേടിയെടുക്കും. വിലക്കുറവിൽ സ്വർണ്ണക്കട്ടികൾ എത്തിച്ചു നൽകാമെന്ന പേരിൽ നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തി. പണം നൽകുന്നവരുടെ വിശ്വാസം നേടുന്നതിനായി സ്വർണ്ണക്കട്ടിയെന്ന് അവകാശപ്പെട്ട ഒരു വസ്തു ഇയാൾ കാണിച്ചിരുന്നുവെന്നും പരിശോധനയിൽ അത് സ്റ്റീലിൽ നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ സ്വദേശി ഷബീർ, അദ്ദേഹത്തിന്റെ 5 ലക്ഷം രൂപ പോയ കേസിലാണ് ഇപ്പോൾ ഈ ഷാജി എന്ന് പറയുന്ന ആളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷാജിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ കോലാർ പോലെയുള്ള സ്വർണ്ണ ഖനികൾ, ആഫ്രിക്ക, കോലാർ, അതുപോലെ ചെന്നൈയിലൊക്കെയുള്ള സ്വർണ്ണ ഖനി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സ്വർണ്ണ ഖനികളുമായിട്ട് ഇയാൾക്ക് ഡയറക്റ്റ് ബന്ധമാണ്. ഗോൾഡ് ബിസിനസ്, ഗോൾഡ് മൈൻസിൽ നിന്ന് ഇങ്ങനെ 10 കിലോ 15 കിലോ 20 കിലോ ആയിട്ട് ബൾക്കായിട്ട് ഗോൾഡ് എടുത്ത് നേരിട്ട്, അപ്പൊ പിന്നെ ടാക്സ് ഒന്നും ഇല്ലല്ലോ, സ്വാഭാവികമായിട്ടും ലക്ഷക്കണക്കിന് രൂപ, കോടികളുടെ ലാഭം ഉണ്ടാകും. അപ്പോൾ ആളുകളോട് പറയുന്നത് 50 ലക്ഷം 25 ലക്ഷമൊക്കെ നിങ്ങൾ മുടക്കിയാൽ ഇരട്ടിയായിട്ട് ലാഭം കിട്ടും. ഇങ്ങനെ പലരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതായിട്ടാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. മാടവന സ്വദേശിയായ ഷജീർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്വർണ്ണക്കട്ടി വാങ്ങുന്നതിനായി ഷാജിർ 5 ലക്ഷത്തോളം രൂപ നൽകിയിരുന്നുവെന്നാണ് പരാതി. ഇതേ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് വഞ്ചനാക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഷാജിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് അറസ്റ്റ്. പരിശോധനയ്ക്കിടെ വീട്ടിൽ നിന്ന് മുക്കുവണ്ടങ്ങൾ, വ്യാജ സ്വർണ്ണക്കട്ടികൾ, കൃത്രിമ കല്ലുകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തു. വിവിധ വിലാസങ്ങൾ രേഖപ്പെടുത്തിയ 1ലധികം തിരിച്ചറിയൽ കാർഡുകളും പ്രതിയുടെ പക്കൽ നിന്ന് കണ്ടെത്തിയതായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ അറിയിച്ചു. കുറഞ്ഞ വിലയ്ക്ക് സ്വർണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നിരവധി പേരെ ഇയാൾ വഞ്ചിച്ചിട്ടുണ്ടെന്നാണ് സംശയം. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണത്തിനിടെ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിലും ഷാജി പ്രതിയാണെന്ന് കണ്ടെത്തി. സ്വർണത്തിൽ നിർമ്മിച്ചതാണെന്ന് അവകാശപ്പെട്ട് ഗണപതി വിഗ്രഹം വിതരണം ചെയ്തെങ്കിലും പിന്നീട് അത് വ്യാജമാണെന്ന് തെളിഞ്ഞ സംഭവത്തിലാണ് കേസ്. വിശദമായ ചോദ്യം ചെയ്യുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അറസ്റ്റിലായ ഷാജിയെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. സ്വാമിക്കെതിരെ സമാനമായ പരാതികൾ ഇനിയും വരാനാണ് സാധ്യത. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.